Welcome to the journey to knowledge. നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സിലെ ഫസ്റ്റ് എക്സസൈസ് ആണ്. എക്സസൈസ് 1.1. First question, use Euclid's division algorithm to find the HCF of 135 and 225. First question തന്നിട്ടുണ്ട്. Second question 196 and 38,220 തന്നിട്ടുണ്ട്. Third question 867 and 255 തന്നിട്ടുണ്ട്. So 1 by 1 ചെയ്ത് നോക്കാം. First question 135 and 225. So നമുക്കറിയാം by Euclid's division algorithm A is equal to BQ plus R. A, B എന്ന് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ A is equal to B എന്ന് പറയുന്നത് സ്മോളസ്റ്റ് നമ്പർ B ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ ഫോമിൽ നമുക്ക് ആ നമ്പറിനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 225, 135 ആൻഡ് 225 ആണ്. സോ അതിലെ ഗ്രേറ്റസ്റ്റ് നമ്പറിനെ A എന്നും സ്മോളസ്റ്റ് നമ്പറിനെ B എന്നും എടുക്കാം. അപ്പം 225 is equal to 135 ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ പറഞ്ഞു. അപ്പോൾ കോഷ്യൻറ്റും റിമൈൻഡർ കിട്ടണമെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്ത് നോക്കണം. 225 ഡിവൈഡഡ് ബൈ 135. 1 ടൈമേ പോവുള്ളൂ. 135 ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ 0, 12 3 പോകുമ്പോൾ 9. സോ 90 കിട്ടും. സോ കോഷ്യൻറ്റ് 1 ആയതുകൊണ്ട് ഇവിടെ ഇനി നമുക്ക് ഇറക്കാൻ നമ്പറൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ, കംപ്ലീറ്റ് ആയി. സോ 135 ഇൻറ്റു 1 പ്ലസ് റിമൈൻഡർ 90. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ലൈനിൽ ഇതിനെ എഴുതുമ്പോൾ നമുക്ക് HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ ചെയ്ത് റിമൈൻഡർ 0 എത്തുന്നത് വരെ ചെയ്യണം. സോ അടുത്ത ലൈനിൽ എന്ത് ചെയ്യാം, ഇവിടുത്തെ ഡിവൈസറിനെ, നമ്മളിവിടെ ചെയ്ത ഡിവൈസറിനെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് റിമൈൻഡറിനെ ഡിവൈസർ ആക്കുക. അപ്പം 135 ഈസ് ഈക്വൽ ടു 90 ഇൻറ്റു ഏത് നമ്പേഴ്സാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കത് ഈ ഡിവിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. 135നെയാണ് 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 90 ഇവിടെ ഉള്ളതുകൊണ്ട് 135നെ ഇങ്ങോട്ടേക്ക് ഇറക്കി എഴുതി. സോ 135ലും 90 1 ടൈമേ പോകുള്ളൂ. 190s are 90. 5 13 മൈനസ് 9 45 കിട്ടും. സോ നമുക്കിതിനെ എഴുതുവാം. 90 ഇൻറ്റു ഇവിടെ കോഷ്യൻ്റ് കിട്ടിയത് 1 ആയിരുന്നു. 1 എന്ന് പറയുമ്പോൾ അതിവിടെ എഴുതുന്നതിന് പറഞ്ഞ് ഞാൻ ഈ സൈഡിൽ എഴുതിയെന്ന് മാത്രം. സോ 90 ഇൻറ്റു 1 പ്ലസ് റിമൈൻഡർ 45. ഇപ്പോഴും റിമൈൻഡർ 0 ആയിട്ടില്ല. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യണം, ഈ 90 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് 45നെ ഡിവൈസർ ആക്കണം. അപ്പം 90 ഈക്വൽ ടു 45 ഇൻറ്റു ഏത് നമ്പറാണ് നോക്കണം. അപ്പോൾ 45യുടെ ഇപ്പുറത്തേക്ക് 90 ഒന്നും കൂടി എടുത്ത് എഴുതാം. 90 നമുക്കറിയാം 45 2s are 90 ആണ്. റിമൈൻഡർ 0 വരും. സോ 45 ഇൻറ്റു 2 പ്ലസ് 0. റിമൈൻഡർ 0 വരുന്നതോടെ നമ്മൾ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് HCF എത്രയാണെന്ന് എഴുതാം. HCF ഈസ് ഈക്വൽ ടു എപ്പോഴാണോ റിമൈൻഡർ 0 വന്നാൽ അതിൻ്റെ ഡിവൈസർ 45. 45 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് റിമൈൻഡർ 0 വന്നത്. 45 ആണ് ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും HCF. സെക്കൻഡ് ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 196 ആൻഡ് 38,220. സോ ബൈ യൂക്ലിഡ്സ് ഡിവിഷൻ ആൽഗോരിതം നമുക്കറിയാം A ഈസ് ഈക്വൽ ടു BQ പ്ലസ് R ആണ്. സോ ഇവിടെ ഗ്രേറ്റസ്റ്റ് നമ്പർ 38,220 ആണ് A. അപ്പോൾ 38,220 ഈസ് ഈക്വൽ ടു 196 ഇൻറ്റു ഏത് നമ്പറാണെന്ന് കണ്ടുപിടിക്കണം. 38,220 ഡിവൈഡഡ് ബൈ 196. സോ 382ൽ 196 1 ടൈം പോവുള്ളൂ. 196 തന്നെ വരും. 12 6 6, 17 മൈനസ് 9 8, 2 മൈനസ് 1 1.
നെക്സ്റ്റ് നമ്പറും കൂടെ താഴെ ഇറക്കുമ്പം 1862 വരും. അതിൽ 196 എത്ര പ്രാവശ്യം പോകും നോക്കണം. 196 ഇൻറ്റു 9 ചെയ്ത് നോക്കാം. കാരണം 1960 ആണ് ഇൻറ്റു 10 ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് നിയർ ബൈ നമ്പർ ആയതുകൊണ്ട് ഇൻറ്റു 9 ചെയ്ത് നോക്കുമ്പം 9 6 54, 9 9s are 81, 86, 9 1s are 9, 9 plus 8 is 17, 1764. 12 minus 4 8, 15 minus 6 9, 9 8 വരും, 0 കൂടെ. സോ ലാസ്റ്റ് 0 വരുന്നുണ്ട്. 196 ഇൻറ്റു 5 ചെയ്ത് നോക്കാം. 6 5s are 30, 3 9 5s are 45, 48, 4 1 5 5, 5 plus 4 9, 980 കിട്ടും. സോ ഇവിടെ 9 ഉണ്ട് ഓൾറെഡി. 196 ഇൻറ്റു 9 ചെയ്തപ്പോഴേ ഇത് കിട്ടിയ 9 എഴുതിയില്ലായിരുന്നു. സോ അടുത്തത് 980ൽ 5 ടൈംസ് 5 9s are 980. റിമൈൻഡർ 0 വന്നു. ഇനി നമുക്ക് സ്റ്റെപ്സ് ചെയ്യാനില്ല. സോ 38,220 is equal to 196 ഇൻറ്റു 195 പ്ലസ് 0. സോ ഇത് നമുക്ക് മനസ്സിലാവും. ഇനി സ്റ്റെപ്പ് ചെയ്യേണ്ട. റിമൈൻഡർ 0 ആയല്ലോ. സോ HCF ഈസ് ഈക്വൽ ടു 196. എപ്പോഴാണോ റിമൈൻഡർ 0 വന്നാൽ അതിൻ്റെ ഡിവൈസർ. HCF ഈക്വൽ ടു 196. തേർഡ് ക്വസ്റ്റ്യൻ. 867 and 255. സോ ഗ്രേറ്റസ്റ്റ് നമ്പർ 867 ആണ്. 867 ഈസ് ഈക്വൽ ടു 255 ഇൻറ്റു ഏത് നമ്പറാണെന്ന് കണ്ടുപിടിക്കണം. 867 ഡിവൈഡഡ് ബൈ 255. 255 ഇൻറ്റു 3 ചെയ്ത് നോക്കിയാൽ 3 5s are 15, 1 3 5s are 15, 16, 1 3 2s are 6, 7, 765 മൈനസ് ചെയ്യുമ്പം 201, 102 വരും. സോ 255 ഇൻറ്റു 3 പ്ലസ് 102. അടുത്തത് ഈ ഡിവൈസറിനെ ഇങ്ങോട്ടേക്ക് എടുക്കണം, റിമൈൻഡറിനെ ഡിവൈസർ ആക്കണം. അപ്പോൾ 255 ഈക്വൽ ടു 102 ഇൻറ്റു ഏത് നമ്പറാന്ന് നോക്കണം. സോ ഇവിടെ നമുക്ക് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യാനില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറ്റി ചെയ്യാം. 255നെ 102 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2 ടൈംസ് 204 വരും, 51 വരും. സോ 102 ഇൻറ്റു 2 പ്ലസ് 51. 102 ഈസ് ഈക്വൽ ടു 51 ഇൻറ്റു ഏത് നമ്പറാന്ന് നോക്കണം. അപ്പോൾ 102 കൊടുക്കുകയാണെങ്കിൽ 51 ഇൻറ്റു 2, 1 2s are 2, 5 2s are 10, 0 വരും. സോ 51 ഇൻറ്റു 2 പ്ലസ് 0. Therefore HCF ഈസ് ഈക്വൽ ടു 51. Second question. Show that any positive odd integer is in the form 6q plus 1 or 6q plus 3 or 6q plus 5 where q is some integer. So നമുക്കിതിനെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ വെച്ച് തന്നെ പ്രൂവ് ചെയ്യാം. ബൈ യൂക്ലിഡ്സ് ഡിവിഷൻ ആൽഗോരിതം നമുക്കറിയാം എ ഇസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ. ഇതിൽ എ ഇവിടെ തന്നിട്ടില്ല. എ ആണ് എനി പോസിറ്റീവ് ഇൻറ്റിജർ, അത് എ ആണ്. എ ഇസ് ഇൻ ദ ഫോം 6q plus 1, 6q plus 3, 6q plus 5 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെറ്റ് എ ബി സം പോസിറ്റീവ് ഇൻറ്റിജർ. ആൻഡ് ബി ഇസ് ഈക്വൽ ടു 6. ഇവിടെ ബി ക്യൂ പ്ലസ് 1 കൊടുത്തിട്ടുണ്ട്. അപ്പം ബി 6 ആയിരിക്കും. സോ എ ഏതോ ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ബി 6ഉം. അപ്പം നമുക്കറിയാം ഡിവൈസർ 6 ആണെങ്കിൽ സിൻസ് ഡിവൈസർ ഈസ് 6, the possible reminders are 0, 1, 2, 3, 4 and 5.
ഡിവൈസർ 6 ആണെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന പോസിബിൾ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. ദെൻ എ ഈസ് ഈക്വൽ ടു, അപ്പോൾ എ നമുക്ക് ബി ക്യൂ പ്ലസ് ആർ എന്നുള്ള ഫോമിൽ ബി 6ഉം റിമൈൻഡേഴ്സ് നമുക്ക് കിട്ടി. അപ്പോൾ 6q പ്ലസ് 0, 6q പ്ലസ് 1, 6q പ്ലസ് 2, 6q പ്ലസ് 3, 6q പ്ലസ് 4 ആൻഡ് 6q പ്ലസ് 5. ഇതായിരിക്കും എയുടെ വാല്യൂസ്. സോ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം 6q പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 6q തന്നെയാണ്. 6q എന്നുള്ളത് ശരിക്കും ഒരു ഈവൻ നമ്പറാണ്. കാരണം ഏതൊരു നമ്പറിനോടെയും 6 മൾട്ടിപ്ലൈ ചെയ്താൽ 6 ഈവൻ നമ്പർ ആയതുകൊണ്ട് ആ നമ്പറിനോട് 6 ഏത് നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്കൊരു ഈവൻ നമ്പറേ കിട്ടുള്ളൂ. Therefore, the possible odd numbers are, നമ്മളോട് ഓഡ് നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. പോസിബിൾ ഓഡ് ഇൻറ്റിജേഴ്സ് ആർ 6q ഈവൻ ആണെന്ന് പറഞ്ഞു. സോ തൊട്ടടുത്ത നമ്പർ ഓഡ് നമ്പർ ആയിരിക്കും. 6q പ്ലസ് 1 ഓർ 6q പ്ലസ് 2 ഈവൻ നമ്പറാണ്. ഒരു ഈവൻ, ഓഡ്, ഈവൻ, പിന്നത്തേത് ഓഡ്. 6q പ്ലസ് 3 ഓർ നെക്സ്റ്റ് ഈവൻ ആയിരിക്കും 6q പ്ലസ് 5. Therefore, the possible odd integers are in the form എന്നും കൂടെ കൊടുക്കാം. in the form 6q plus 1 or 6q plus 3 or 6q plus 5. Third question. An army contingent of 616 members is to march behind an army band of 32 members in a parade. So, ഒരു ആർമി ബാൻഡ് 32 മെമ്പേഴ്സ് ഉള്ള ഒരു ബാൻഡിൻ്റെ പുറകെ 616 മെമ്പേഴ്സിന് പോകണം. അത് പോകുമ്പം ഈ രണ്ട് ഗ്രൂപ്പ്സ് ആയിട്ട് മാർച്ച് ഇൻ സെയിം നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് കോളംസ് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻ വിച്ച് ദേ ക്യാൻ മാർച്ച്? സോ 32 മെമ്പേഴ്സ് ആദ്യം കുറച്ച് പേര് പോകുന്നുണ്ട്. ഇവരുടെ തൊട്ട് പുറകെ 616 മെമ്പേഴ്സിനും പോകണം. സോ ഈ 32 മെമ്പേഴ്സ് എത്ര കോളംസിലാണ് പോകുന്നത്, അതേപോലെ തന്നെ ഈ 616 മെമ്പേഴ്സിന് അത്രയും കോളംസിൽ പോകാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും പോകുന്ന മാക്സിമം നമ്പർ ഓഫ് കോളംസ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് കോളംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് HCF കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യം ഒരു സെൻറ്റൻസ് കൊടുക്കാം. ടു ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് we need to find the HCF of 616 and 32. So by Euclid's division lemma എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിവിഷൻ ആൽഗോരിതം യൂസ് ചെയ്യാം. നമുക്കറിയാം A is equal to BQ plus R. A എന്ന് പറയുന്നത് ഗ്രേറ്റർ നമ്പർ. അപ്പം 616 ഈക്വൽ ടു 32 ഇൻറ്റു Q പ്ലസ് R. അപ്പോൾ കണ്ടുപിടിക്കണം. 616 ഡിവൈഡഡ് ബൈ 32 ചെയ്യുന്നു. 32 1 ടൈം 9 2 29 6 താഴേക്ക് എടുത്തു. 32 ഇൻറ്റു 9 32 ഇൻറ്റു 9 ചെയ്യുമ്പം 9 2 are 18 and 27 28 288 വരും. 16 8 മൈനസ് ചെയ്യുമ്പം 8. സോ 32 ഇൻറ്റു 19 പ്ലസ് 8. അടുത്ത സ്റ്റെപ്പിൽ 32 ഇങ്ങോട്ടേക്ക് എടുക്കണം, റിമൈൻഡറിനെ ഡിവൈസർ ആക്കണം. അപ്പോൾ 8 ഇൻറ്റു ചെയ്യണം. അപ്പോൾ 8നെ 32നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 4s are 32, റിമൈൻഡർ 0 വരും. സോ 8 ഇൻറ്റു 4 പ്ലസ് 0. സോ നമുക്കറിയാം HCF ഈക്വൽ ടു 8. Therefore, the maximum number of columns is equal to 8.